Most welcome to the most wanted. ഇന്ന് പനി പിടിച്ച ഒരു കേരളമാണ്. പനി എന്ന് പറയുന്ന രോഗമോ ഒരു രോഗലക്ഷണമോ ആയിട്ടുള്ള അവസ്ഥ ഋതുഭേദങ്ങൾക്കനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരികയും അത് ആ കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് തന്നെ മാറുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വിവിധതരം പനികൾ അത് പകർച്ചവ്യാധികളായി നമ്മുടെ കേരളത്തെ രോഗാതുരമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇപ്പോൾ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന തലച്ചോറിനെ തിന്നുന്ന ഒരു ബാക്ടീരിയ അമീബ രോഗം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏകദേശം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 67 കേസുകളാണ് ഇപ്പോൾ തന്നെ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 18 മരണങ്ങളുണ്ടായി. ആദ്യമൊക്കെ വടക്കൻ ജില്ലകളിലെ പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രഭവ കേന്ദ്രമെങ്കിലും പിന്നീട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലും രോഗബാധ ഉണ്ടായി എന്നുള്ളത് ആരോഗ്യവകുപ്പിൻ്റെ പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നതാണ്. നമ്മുടെ സംസ്ഥാനം സാക്ഷരതാ നിരക്കിൻ്റെ കാര്യത്തിൽ മുന്നിലാണ്. ഹ്യൂമൻ ഇൻഡെക്സിൻ്റെ മാനവ വികസന സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യം നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. ഏകദേശം 70, 75, 80 ഒക്കെയാണ് നമ്മുടെ ശരാശരി ആയുർദൈർഘ്യം ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. 100 കവിഞ്ഞ് വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇപ്പോൾ ഈ നെഗ്ലേറിയ ഫൗലറി എന്ന പേരിലുള്ള അമീബയാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തലച്ചോറിനെ ആണ് നേരിട്ട് ബാധിക്കുന്നത് ഈ അമീബ. അതുകൊണ്ടാണ് അതിനെ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് വിളിക്കുന്നത്. ഈ തലച്ചോറ് തിന്നുന്ന അമീബ എന്ന വിളിപ്പേരാണ് ഈ രോഗത്തിന് കൊടുക്കാവുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടും. മലിനമായ വെള്ളം മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് രോഗമുണ്ടാകാൻ കാരണം. അവരിൽ നിന്നാണ് രോഗം പകരുന്നത്. കെട്ടിക്കിടക്കുന്ന ശുദ്ധജല സ്രോതസ്സുകൾ, അതുപോലെ അതിൽ നീന്തുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യുന്ന കുട്ടികളിലും മുതിർന്നവരിലും മൂക്കിലൂടെ ഈ ജലം ഉള്ളിൽ ചെല്ലാനും അത് ബാക്ടീരിയയായി ബാധിക്കാനും സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം പെട്ടെന്ന് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. നമ്മൾ അല്പം പുറകോട്ട് ചിന്തിച്ചാൽ നിപ്പ വൈറസ് 8 വർഷത്തിനിടെ 5 തവണയാണ് നമ്മുടെ കേരളത്തിൽ ആവർത്തിച്ചുണ്ടായതെന്നുള്ളതാണ്. നിപ്പ വൈറസ് നമുക്കറിയാം വവ്വാലുകളിൽ നിന്ന് പകരുന്ന ഒരു രോഗമാണ്. അപ്പം വവ്വാലും മനുഷ്യരുമായിട്ടുള്ള ബന്ധം അത്രയ്ക്ക് അടുത്തിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഗൗരവതരമായി ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ സിക്ക വൈറസ്, അത് വിദേശത്ത് നിന്ന് വന്ന ഒരു വൈറസാണ്. വിദേശത്ത് നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരധികവും പ്രവാസ ജീവിതം നയിക്കുന്നവർ ആണ്. ആ പ്രവാസ ജീവിതം നയിച്ചില്ലെങ്കിലും പ്രവാസ സഞ്ചാരം കൂടുതലുള്ളവരാണ്. വിദേശങ്ങളിലും മറ്റുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള രോഗാണുക്കളെയും വഹിച്ചുകൊണ്ട് ഇവിടെ വരികയും അത് ഇവിടെ നിന്ന് പടരുകയും ചെയ്യുന്ന അവസ്ഥ
വളരെ സിക്ക വൈറസിൻ്റെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വെസ്റ്റ് നൈൽ ഫീവർ എന്ന് പേരിൽ അറിയപ്പെടുന്ന രോഗം, ഷിഗല്ല, സ്ക്രബ് ടൈഫസ്, ഡെങ്കിപ്പനി, എലിപ്പനി, പന്നിപ്പനി, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് തരം പനികൾ നമ്മുടെ നാടിനെ വല്ലാതെ ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി. ഒരു 2015 ശേഷം 18ഓടുകൂടി പ്രത്യേകിച്ച് നമ്മുടെ ആ പ്രളയം, 2 പ്രളയം ഉണ്ടായതിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ, നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അതിനിപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജിനെയോ ആരോഗ്യ വകുപ്പിനെയോ ഒന്നും നമുക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ, എന്തെങ്കിലും ചെറിയ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ, സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അതൊരു ഗൗരവതരം തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ കാരണം മന്ത്രിയും ആരോഗ്യവകുപ്പുമാണ് എന്നുള്ള ഏക കണ്ടെത്തലുകളിൽ അവസാനിപ്പിക്കുന്നത് യുക്തിസഹമാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അടിസ്ഥാനപരമായ കുറച്ച് പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്ക് ശുചിത്വക്കുറവ് പണ്ടത്തെ പോലല്ല. പണ്ട് 3 നേരം കുളിക്കുന്നവരും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അലക്കി പരമാവധി ഇസ്തിരിയിട്ട് കഴിയുന്ന ആളുകളൊക്കെ നമുക്ക് കാണാമായിരുന്നു. അവരൊരു തോർത്തുമുണ്ട്, മേൽമുണ്ട് മാത്രം ധരിച്ച് നടക്കുമെങ്കിലും കൃത്യമായി കുളിച്ച് വൃത്തിയായി നടക്കുന്ന ജനങ്ങളായിരുന്നു. ഇന്നത്തെ കാലത്ത് ആരെയും ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ജനങ്ങളുടെ ഒരു സംസ്കാരം, കുളിച്ചില്ലെങ്കിൽ ശരി, ഇന്ന് സുലഭമായി കിട്ടുന്ന പെർഫ്യൂം അടിച്ച് പോകുന്ന ഒത്തിരി ആളുകളെ ന്യൂജൻ വിഭാഗത്തിൽ വരെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീടൊരു പ്രശ്നം ഉയർന്ന നഗരവൽക്കരണ സ്വഭാവമാണ്. ഇപ്പം യഥാർത്ഥത്തിൽ നാട്ടിൻപുറങ്ങളും നാടൻ ഗ്രാമങ്ങളും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഏത് കുഗ്രാമത്തിൽ ചെന്ന് നോക്കിയാലും ഒരു പട്ടണ പരിവേഷമാണ് അവിടെ എല്ലാം ഉണ്ടാകുന്നത്. അതൊരു നഗരവൽക്കരണ സ്വഭാവം കൂടിക്കൂടി വരികയാണ്. ഈ നഗരവൽക്കരണ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ ജനസാന്ദ്രത കൂടുകയും അതിനനുസരിച്ച് പരിസര ശുചി കുറഞ്ഞു വരികയും ചെയ്യും എന്നുള്ളതാണ് ഈ നഗരവൽക്കരണത്തിൻ്റെ ഒരു ദൂഷ്യഫലം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നാട്ടിൻപുറങ്ങളെല്ലാം ചെറു പട്ടണങ്ങളായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങൾ, നമ്മൾ ആവാസ വ്യവസ്ഥകളെ തകർക്കൽ, പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങളെന്ന് പറയുമ്പം ഈ പാറക്വാറികളുടെ പ്രവർത്തനം, അതുപോലെ മണൽ വാരലുകൾ, കുന്ന് ഇടിക്കൽ, അതുപോലെയുള്ള കയ്യേറ്റങ്ങൾ, പ്രകൃതിക്ക് മേലുള്ള കയ്യേറ്റങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നതിൽ വെച്ചത്. ഇത് മാത്രമല്ല, മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം, നമ്മുടെ പഴയകാല സംസ്കാരത്തിന് ഒട്ടും യോജിക്കാത്ത തരത്തിലുള്ള മാറ്റമാണ് മനുഷ്യ സ്വഭാവത്തിൽ കണ്ടുവരുന്നത്. അത് ഈ വൃത്തിയുടെ കാര്യത്തിലും ശുദ്ധിയുടെ കാര്യത്തിലും കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വഭാവത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല. നാൾക്ക് നാൾ അമ്മ അച്ഛനെ കൊല്ലുന്നു, അച്ഛൻ അമ്മയെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു. ഇങ്ങനെ സ്വഭാവത്തിൽ വരെ പ്രകടമായ ഒരു അപകടകരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടെ സംസ്ഥാനം. അപ്പോൾ ഇതുവരെ പറയുമ്പോഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ COVID-19 റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. ഇന്ത്യയിൽ തൃശ്ശൂരിലാണ് അത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് വ്യാപിച്ചു എന്നുള്ളതാണ്.
2022 കുരങ്ങ് പനി വന്നു, ആന്ത്രാക്സ് വന്നു, പന്നിപ്പനി വന്നു. ഇതെല്ലാം കേരളത്തിലാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ വിവിധതരം പകർച്ചവ്യാധികൾ നമ്മുടെ നാടിനെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് ഏറെ ആശങ്ക ഉളവാക്കുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിലൊരു പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്നുള്ള ഒരു മിഥ്യാധാരണ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഉണ്ട്. പൊതുജനാരോഗ്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യണം എന്ന് പറയുന്നത്, എന്നാൽ അതെല്ലാം സർക്കാരിൽ നിക്ഷിപ്തമാണ്, നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് നിരുത്തരവാദപരമായി മാറി നിൽക്കുന്ന ഒരു സ്വഭാവവിശേഷവും നമ്മുടെ നാട്ടുകാർക്കിടയിൽ ഇപ്പോൾ കാണാം. ഇത് വളരെ അപകടമുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്.